ഈ കഥ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ദുരന്തം പിടിച്ച ഒരു പണി നടക്കുന്നുണ്ട്. ആ വഴിപ്പണിയിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഡെയിലി 2 നേരം ഞാൻ ഇതിൽ യാത്ര ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നറിയാം. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളൊന്ന് അനുഭവിച്ചാൽ മാത്രമേ ഇതിൻ്റെ ദുരന്തം മനസ്സിലാവുള്ളൂ. തന്നെയല്ല, ഇത്ര ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു പണി എന്തിനും ഇവരൊക്കെ കൊടുത്തു, ഒരു ഉത്തരവാദിത്തപരമായ ഒരു കാര്യം ചെയ്യാത്ത എന്തിനും ഇങ്ങനെ കൊടുത്തു എന്നാണ് എനിക്കിപ്പോഴും പിടികിട്ടാത്തത്. ഇവിടുന്ന് വിടുന്ന സൈഡ് റോഡുകളെല്ലാം തന്നെയല്ല, ഡൈവേർട്ട് ചെയ്ത് വിടുന്ന റോഡുകളൊക്കെ കോളായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. സൈഡുകളിൽ എത്രയോ കടകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ അപകടം പിടിച്ചിട്ടുണ്ട്. പലരും തന്നെ ഈ ജോലി തന്നെ, അതായത് ഡ്രൈവർ ജോലി തന്നെ ഉപേക്ഷിക്കുന്നുള്ള ഒരു വാർത്തയൊക്കെയാണ് ഞാൻ കണ്ടത്. കാരണം അത്രയും ദുരിതം നിറഞ്ഞ ഒരു വഴിയാണ് ഇപ്പോൾ ഇത് പെട്ടെന്നൊന്നും തീരാത്ത ഒരു വഴി. ഇത്ര ദീർഘവീക്ഷണമില്ലാതെ എന്തെല്ലാം അറേഞ്ച്മെൻറ്റാണ് അവിടെ നടത്തിയിരിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവാനില്ല. ചുറ്റും കുറച്ച് മണ്ണ് കൂന കൂട്ടിയിട്ടതല്ലാതെ ഒരു വർക്ക് അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല. കുറച്ച് ആളുകൾ അവിടെ ഫോൺ ചെയ്ത് ഇരിക്കുന്നതല്ലാതെ ഇത്രയും വലിയൊരു വർക്ക് ഇപ്പോൾ എന്തിനു തുടങ്ങി, ഈ അടുപ്പിച്ചുള്ള സ്ഥലങ്ങളിൽ എന്തിനു തുടങ്ങി എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്ന് തീരുന്നുള്ളതിന് ചോദിക്കണില്ല, പക്ഷേ എന്ത് പണി ഇവിടെ നടക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു ചോദ്യം. എങ്ങനെ തീരുന്നുള്ളതിനും നമുക്കൊരു ഉത്തരവാദിത്വം, ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തരണം ഒരു മറുപടിയും പറയുന്നില്ല. ഹൈക്കോടതി താൽക്കാലികമായിട്ട് ടോൾ നിർത്തി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഉപകാരമില്ല. എത്രയോ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുകളുണ്ടെന്നോ, തൊഴിൽ നഷ്ടപ്പെട്ട, ഇതിൻ്റെ സൈഡിനുള്ള ജോലികൾ നഷ്ടപ്പെട്ടു, ഇതിൻ്റെ പൊടി പടലങ്ങൾ, മറ്റുള്ളൊരു ദുരന്തം, ഇതെല്ലാം സഹിക്കാം. നല്ലൊരു റോഡ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. അത് എന്ന് വരും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കുറച്ചൊക്കെ 1-2 മാസമൊക്കെ നമ്മൾ സഹിക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷേ ഇത്ര സാങ്കേതിക വിദ്യ ഉയർന്ന സ്ഥിതിക്ക് പോലും നല്ലൊരു റോഡ് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നിർമ്മിച്ച് നൽകാതെ ഏതൊരു ഉത്തരവാദിത്തത്തിലാണ് ഇവർ ഇതിന് പെർമിഷൻ നൽകിയെന്നുള്ളത് വേറൊരു കാര്യം. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നെങ്കിലും ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളൊരു ബന്ധം. ഇത് താൽക്കാലിക വഴിയാണ് കേട്ടോ. നോക്കിയപ്പോൾ നിങ്ങൾ എത്രയോ വെള്ളം ചളിയും ദിവസം നമ്മൾ ആ വണ്ടി കഴുകേണ്ട വരും, പ്രത്യേകിച്ച് മഴയുണ്ടെങ്കിൽ. ഇന്ന് 3-4 മണിക്കൂറൊക്കെ ട്രാഫിക് ബ്ലോക്കാണ്. നിങ്ങൾക്കറിയുമെങ്കിൽ അറിയാം. വഴി പോട്ട മുതൽ മുരിങ്ങൂര് വരെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. വണ്ടി മൂവ് ചെയ്യുന്നില്ല. രാത്രി പോലും അങ്ങനെ. ഞായറാഴ്ചയാണ് ഞാൻ എടുത്തത്. തീർച്ചയായും ഞായറാഴ്ചയിൽ ബ്ലോക്ക് കുറയുന്ന വിചാരിക്കുക. ഒട്ടും വ്യത്യസ്തമല്ല കേട്ടോ ഇതൊക്കെ. ഒരു അടിപ്പാതയല്ല, മറ്റുള്ളവർക്ക് അടി കൊടുക്കുന്ന ഒരു പാതയായിട്ടാണ് എനിക്കിത് തോന്നിയത്. വളരെ അലക്ഷ്യമാണ് 2 സൈഡും. ഒരു സുരക്ഷിതമില്ലാണ്ടാണ് അവർ താഴ്ചകൾ, എത്രയോ അടി താഴ്ചയില്ലാണ്ട് 2 സൈഡ്